ഇടത് കോട്ടയായ കൊല്ലത്ത് UDFന് വൻ മുന്നേറ്റം. കോർപ്പറേഷൻ ഉൾപ്പെടെ 37 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം UDF പിടിച്ചു. ഭരണവിരുദ്ധ വികാരത്തിന്റെ നേട്ടം കൊയ്യാൻ NDAയ്ക്കും കഴിഞ്ഞു. അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടലിലാണ് LDF കേന്ദ്രങ്ങൾ. കോർപ്പറേഷൻ രൂപീകൃതമായത് മുതൽ ഇടതിന്റെ കുത്തകയായിരുന്ന കൊല്ലത്ത് LDF നേരിട്ടത് വൻ തിരിച്ചടി. 2020 UDFനുണ്ടായിരുന്ന 10 സീറ്റിൽ നിന്ന് 27 ഉയർത്താനായി. LDFനാകട്ടെ 38 സീറ്റ് 16 കുറഞ്ഞു. NDAയ്ക്ക് സീറ്റ് ഇരട്ടിച്ചു. ആഞ്ഞടിച്ച ഇടതുവിരുദ്ധ തരംഗത്തിൽ കൊല്ലം മേയർ ഹണിയും മുൻ മേയർ V രാജേന്ദ്രബാബു ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം പരാജയപ്പെട്ടു. കോർപ്പറേഷനിലെ 6 സീറ്റ് 22 ഉയർത്താൻ കഴിഞ്ഞത് കോൺഗ്രസിന് നേട്ടമായി. കഴിഞ്ഞ നൂറ്റാണ്ടുകാലം കൊല്ലം കോർപ്പറേഷനും അതിനു മുമ്പത്തുള്ള 5 വർഷക്കാലത്ത് LDFന്റെ മുനിസിപ്പൽ ഭരണവും ചേർന്ന് കൊല്ലത്ത് ജനങ്ങൾ പൊറുതി മുട്ടിയിട്ടാണ്. എത്ര ദയനീയമായിട്ടാണ് ഇപ്രാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് LDF തകർന്നു തരിപ്പണമായിട്ടുള്ളത്. അത് ജനങ്ങളുടെ ഒരു വികാരത്തിന്റെ പ്രതികരണമാണ്. ജില്ലാ പഞ്ചായത്തിലെ 3 സീറ്റ് UDF 10 ഉയർത്തി. ഇടത് കോട്ടയായ കരുനാഗപ്പള്ളി നഗരസഭ പിടിച്ചെടുത്തു. ചവറയ്ക്ക് പുറമെ ഓച്ചിറയും മന്ത്രി ഗണേഷ് കുമാറിന്റെ തട്ടകമായ പത്തനാപുരം ബ്ലോക്കും പിടിച്ചെടുത്തു. ആകെയുള്ള 68 പഞ്ചായത്തുകളിൽ 32 UDF നേടിയപ്പോൾ 1 മാത്രമാണ് അധികമായി LDFന് ലഭിച്ചത്. 2 NDAയ്ക്കും ഭരണം ലഭിച്ചു. നിയമസഭയിലെ വലിയ വിജയത്തിന് മുന്നോടിയായാണ് UDF നേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ കാണുന്നത്. കഴിഞ്ഞ തവണ 2 സീറ്റാണ് നിയമസഭയിലേക്ക് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ 2026 കോൺഗ്രസിന്റെ UDF പാർലമെന്ററി പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ MLAമാർ നൽകുന്ന ജില്ലകളിൽ ഒന്നാക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ടായ വോട്ട് ഏകീകരണമാണ് ഇത്തവണ UDFന്റെ വിജയത്തിന്റെ പ്രധാന കാരണം. നായർ ഈഴവ വോട്ടുകൾ പിടിക്കാനായത് NDAയെയും തുണച്ചു. CPM ജില്ലാ നേതൃത്വത്തിനെതിരെ രഹസ്യമായുള്ള എതിർപ്പ് പരാജയത്തോടെ മറനീക്കി പുറത്തുവരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ മിന്നുന്ന നേട്ടം മുന്നണി ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനങ്ങൾ കൂടി വിജയമാണ്. LDFലാകട്ടെ മുന്നണിക്കുള്ളിലെ തർക്കങ്ങൾ പരാജയത്തിന്റെ ആഘാതം കൂട്ടി. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.